നമ്മുടെ അതിർത്തികൾ സുരക്ഷിതവും ശക്തവും കരുത്തുറ്റതും തന്നെയാണ്. ഭാരതത്തിൽ നിർണായകമായ നീക്കങ്ങളാണ് ആഭ്യന്തര വകുപ്പും അമിത്ഷായും വിവിധ സായുധ സേനകളുടെ പിന്തുണയോടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിർത്തികളിലൊക്കെ സുരക്ഷ ശക്തമാക്കി കഴിഞ്ഞു. കമ്പിവേലികൾ കെട്ടി അടയ്ക്കേണ്ടിടത്തൊക്കെ അതിർത്തികൾ അടച്ച് സുരക്ഷിതമായി കഴിഞ്ഞു. വിധ്വംസക പ്രവർത്തകർക്ക് നേരെയുള്ള നടപടികൾ ശക്തമാക്കി കഴിഞ്ഞു ആഭ്യന്തര വകുപ്പ്. ഇതാ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ, ജമാഅത്ത് ഉദ്ദവ, ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നീ ഭീകര സംഘടനകളുമായി ബന്ധമുള്ള 23 വ്യക്തികളെ കൂടി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമത്തിലെ 35 വകുപ്പ്, അതായത് UAPA നിയമത്തിലെ ആ വകുപ്പുകൾ പ്രകാരം ഭീകരരായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പട്ടികയിലെ 17 പേർ പാകിസ്ഥാൻ സ്വദേശികളും 6 പേർ ഇന്ത്യൻ പൗരന്മാരുമാണ്. എന്നാൽ ഇവരെല്ലാം നിലവിൽ പാകിസ്ഥാനിൽ നിന്നും പാക് അധിനിവേശ കശ്മീരിൽ നിന്നുമാണ് രാജ്യത്തിനെതിരായ ഭീകരപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. മസൂദ് ഇലിയാസ് കശ്മീരി, മുഹമ്മദ് മുസാദിഖ്, മുഫ്തി മുഹമ്മദ് അസ്ഗർ ഖാൻ, ഫിർദോസ് അഹമ്മദ് ഭട്ട്, ഹാറൂൺ റഷീദ് ഗനായി തുടങ്ങിയവർ പട്ടികയിലുണ്ട്. സ്വാഭാവികം. 2022 ഏപ്രിൽ 22 ജമ്മുവിലെ സുൻചുവാനിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ നടന്ന ആക്രമണം, 2016 നവംബർ 29 നഗ്രോട്ടയിലെ ഇന്ത്യൻ സൈനിക ക്യാമ്പിന് നേരെ നടന്ന ആക്രമണം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് പുതിയ പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്. ഭീകരപ്രവർത്തനങ്ങൾക്കായി ആളുകളെ റിക്രൂട്ട് ചെയ്യുക, പരിശീലനം നൽകുക, നുഴഞ്ഞുകയറ്റം സുഗമമാക്കുക, സാമ്പത്തിക സഹായം എത്തിക്കുക, ഡ്രോൺ വഴി ആയുധങ്ങൾ വിതരണം ചെയ്യുക, ഇന്ത്യയിൽ വിവിധ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുക തുടങ്ങിയ വിവിധ കുറ്റങ്ങളാണ് ഈ 23 ഭീകരർക്കെതിരെയും ഭാരതം ചുമത്തിയിരിക്കുന്നത്. തൊട്ടു പിന്നാലെ രാജ്യത്തിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിലെ അസാധാരണമായ ജനസംഖ്യാ വർധനവും അനധികൃത കുടിയേറ്റവും സംബന്ധിച്ച വിവരങ്ങൾ താഴെത്തട്ടിൽ നിന്ന് തന്നെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശിച്ചു. ആർക്കാണ് അമിത്ഷാ ഈ നിർദ്ദേശം നൽകിയത്? 119 അതിർത്തി ജില്ലകളിലെ SP-മാരും 17 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പോലീസ് മേധാവിമാർക്കുമാണ് അമിത്ഷായുടെ നിർണായക യോഗത്തിലെ നിർദ്ദേശം. ആഭ്യന്തര വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ 23 പേരെ ഭീകരരുടെ പട്ടികയിൽ പെടുത്തിയതോടെ ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തടയുവാനും ആയുധ വിൽപ്പനയ്ക്ക് ഉപരോധം ഏർപ്പെടുത്താനും അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനും NIA-ക്ക് അധികാരം നൽകുകയാണ് സർക്കാർ. 2019 നിയമ ഭേദഗതിക്ക് മുമ്പ് ഭീകര സംഘടനകളെ മാത്രമേ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയുമായിരുന്നുള്ളൂ. എങ്കിലും പുതിയ ഭേദഗതിയിലൂടെ വ്യക്തികളെയും നേരിട്ട് ഭീകരരായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരിന് പരമാവധി അധികാരം ഇപ്പോഴുണ്ട്. അൽ-ഖ്വയ്ദ, ISIS എന്നീ സംഘടനകളുമായി ബന്ധമുള്ള മുഹമ്മദ് ഷാഹിദ് ഫൈസലിനെയും പുതിയ പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട്. പാക് അതിർത്തിയിലൂടെ ഡ്രോണുകൾ ഉപയോഗിച്ച് ആയുധങ്ങൾ, ലഹരിമരുന്ന് എന്നിവ കടത്തുന്നത് വർദ്ധിക്കുകയാണ്. ഇത്തരം ഡ്രോണുകളുടെ സഞ്ചാരപഥം ശാസ്ത്രീയമായി പഠിക്കാൻ കൂടുതൽ ഡ്രോൺ ലാബുകൾ സ്ഥാപിക്കണമെന്ന് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന് മുന്നിൽ നിർദ്ദേശമുണ്ട്. കൂടാതെ വാട്സാപ്പ്, സ്ക്രട്ട്, സാങ്കി തുടങ്ങിയ ആപ്പുകൾ കള്ളക്കടത്തിനായി ദുരുപയോഗം ചെയ്യുന്നതായും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അമിത്ഷായ്ക്ക് മുന്നിൽ വ്യക്തമാക്കി. അസമിലെ വോട്ടർ പട്ടികയിൽ അനധികൃത കുടിയേറ്റക്കാർ കടന്നുകൂടിയത് വലിയ ആശങ്കയായി സംസ്ഥാനങ്ങൾ ചൂണ്ടിക്കാട്ടി. ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാർ വ്യാജ ജനന സർട്ടിഫിക്കറ്റുകളും സ്കൂൾ സർട്ടിഫിക്കറ്റുകളും ഉപയോഗിച്ച് വോട്ടർ പട്ടികയിലും പാസ്പോർട്ടിലും ഇടം പിടിക്കുന്ന രീതിയെക്കുറിച്ച് അസം പോലീസ് വിശദമാക്കി. അടിസ്ഥാന സൗകര്യങ്ങളുടെയും തൊഴിലവസരങ്ങളുടെയും അഭാവം മൂലം അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും കൂടുതൽ ആളുകൾ ഇന്ത്യയിലേക്ക് കുടിയേറുന്നുണ്ടെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. അതിർത്തി ഗ്രാമങ്ങൾ വെറും സുരക്ഷാ സേനകളുടെ കേന്ദ്രങ്ങൾ മാത്രമാക്കി മാറ്റാതെ ജനവാസം നിലനിർത്താൻ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം പോലുള്ള പദ്ധതികൾ ആവശ്യമാണെന്നും യോഗം വിലയിരുത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു ഭാഗത്ത് രാജ്യത്തിനെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട വ്യക്തികളെ ഭീകരരായി നേരിട്ട് പ്രഖ്യാപിക്കുകയാണ് ഭാരതം. മറുവശത്ത് അതിർത്തി കടന്നുള്ള കുടിയേറ്റം, അനധികൃത താമസങ്ങൾ ഇതൊക്കെ കർശനമായി നിയന്ത്രിക്കാനുള്ള നടപടികളും ആവിഷ്കരിച്ചു വരുന്നു.